കേരള പോലീസിൽ ആത്മഹത്യ കൂടുന്നു എന്ന വാർത്ത, അതിന്റെ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് എത്രത്തോളം നമ്മൾ കൂടി അവരെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് എന്നതിന്റെ ആവശ്യകത ബോധ്യപ്പെടുന്നത്. വിഷാദരോഗവും ജോലി സമ്മർദ്ദവുമാണ് ആത്മഹത്യയുടെ പ്രധാന കാരണമെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ 4 വർഷത്തിനിടെ 69 പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരളത്തിൽ ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുത്തത്. ഓർക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അമിത ജോലി ഭാരത്തെ തുടർന്നും ജോലി സമ്മർദ്ദങ്ങളെ തുടർന്നും സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ വിഷാദരോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള സംവിധാനങ്ങളും ഫലപ്രദമാകുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബറിൽ പോലീസ് ആസ്ഥാനത്ത് ചേർന്ന പോലീസ് ഉന്നതതല യോഗത്തിൽ അവതരിപ്പിച്ച കണക്കാണ് അവസാനമായി ഉള്ളത്. അതിനുശേഷവും പോലീസിൽ ആത്മഹത്യകൾ നടന്നു. 2019 ജനുവരി മുതൽ 2023 ഓഗസ്റ്റ് വരെയുള്ള കണക്കാണ് അന്ന് അവതരിപ്പിച്ചത്. ഇതുപ്രകാരം 2019 18 പേരും, 2020 10 പേരും, 2021 8 പേരും, 2022 20 പേരും, 2023 13 പേരും ആത്മഹത്യ ചെയ്തതായാണ് കണക്ക്. തിരുവനന്തപുരം റൂറലിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ, 10 പേർ. ആലപ്പുഴയിലും എറണാകുളം റൂറലിലും 7 പേർ വീതം ജീവനൊടുക്കി. കുടുംബപരമായ കാരണങ്ങളാൽ 30 പേരാണ് ആത്മഹത്യ ചെയ്തത്. ആരോഗ്യ കാരണങ്ങളാൽ 5 പേരും, വിഷാദരോഗത്താൽ 20 പേരും, ജോലി സമ്മർദ്ദത്താൽ 7 പേരും, സാമ്പത്തിക കാരണങ്ങളാൽ 5 പേരും ആത്മഹത്യ ചെയ്തതായാണ് റിപ്പോർട്ടിൽ അന്ന് പറഞ്ഞത്. 2 ആത്മഹത്യകളുടെ കാരണം വ്യക്തമല്ലെന്നും റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. എന്താണ് പോലീസ് സേനയിലെ ആത്മഹത്യ കൂടുന്നതിന് കാരണം? പ്രേക്ഷകരിൽ പലർക്കും പല ഉത്തരങ്ങളും മനസ്സിലേക്ക് വരുന്നുണ്ടാകും. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളായ പോലീസുകാർ ഒരുപക്ഷെ പറഞ്ഞിട്ടുമുണ്ടാകും. ഞെട്ടിക്കുന്ന കണക്കാണ്. 69 പേർ ജീവൻ വെടിഞ്ഞു എന്ന് പറയുമ്പോൾ ആത്മഹത്യകളെക്കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ എന്തുകൊണ്ടാണ് ഇനിയും സേനയ്ക്കുള്ളിൽ നടത്താത്തത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള നടപടികൾ അത് പ്രഖ്യാപിക്കുന്നതല്ലാതെ ആ നടപടിയിലേക്ക് കടക്കാൻ ഇനിയും വൈകുന്നത് എന്തുകൊണ്ടാണ്? 6 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യം മിക്ക പോലീസ് സ്റ്റേഷനുകളിലുമുണ്ട്. 16 മണിക്കൂർ വരെയുള്ള തുടർച്ചയായ ജോലി, അത് നമുക്ക് തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഡ്യൂട്ടി സമ്പ്രദായം പരിഷ്കരിക്കണമെന്ന് പോലീസ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും ഒക്കെ വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് നടപ്പായിട്ടില്ല എന്നതാണ് വാസ്തവമെന്ന് നമുക്കറിയാം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജോബിയോട് ഇക്കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. നമുക്ക് ജോബിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാം. ആത്മഹത്യയുടെ കാരണങ്ങൾ സംഘടനാപരമായിട്ടൊരു പരിശോധന നടത്തിയതിൽ അമിത മദ്യപാനം, അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുള്ള ഒരു ജീവിതം, ഇതൊരു കാരണമായിട്ട് സംഘടനാപരമായിട്ടുള്ളൊരു പരിശോധന നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ജോലി സമ്മർദ്ദം മൂലമുള്ള ആത്മഹത്യകളും പോലീസിനുള്ളിലെ ചെറിയ ശതമാനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതാണ് ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടനാപരമായിട്ടൊരു പരിശോധന നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. ആ രൂപത്തിലേക്കുള്ള ഈ സമൂഹത്തിലെ എല്ലാ രൂപത്തിലേക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ജോലിപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരിലെ ഉണ്ടാക്കുന്നുണ്ട്. അത് അംഗസംഖ്യയുടെ കുറവും വലിയ ഒരു കാരണവുമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അസോസിയേഷന്റെ ഭാരവാഹി പറയുന്ന കാരണം നമ്മൾ കേട്ടുകഴിഞ്ഞു. ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം, മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടാകാം, പൊതുസ്ഥലങ്ങളിൽ കീഴുദ്യോഗസ്ഥരെ വഴക്ക് പറയുന്നത്, ജോലിസ്ഥലവും വീടും തമ്മിലുള്ള അകൽച്ച, സഹപ്രവർത്തകരുടെ സഹകരണക്കുറവ്, അമിതമായ ജോലിഭാരം, ഇതൊക്കെ പലപ്പോഴും പല മനുഷ്യരെയും അലട്ടുന്നതായി അവർ പറയാറുണ്ട്. എങ്കിൽ പോലും പോലീസ് സേനയ്ക്കുള്ളിൽ ഈ പ്രശ്നങ്ങൾ അവർക്ക് നേരിടുന്നുണ്ടോ? ഇതാണോ അവരുടെ പ്രധാന ജോലി സമ്മർദ്ദം? പോലീസുകാർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം നമുക്കത് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ അസോസിയേഷന്റെ പ്രതികരണം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ടി വി പ്രസാദിലേക്കാണ്. ഗുഡ് ഈവനിങ് ടി വി പ്രസാദ്. നമ്മളെപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ എണ്ണി പറയാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് എത്രത്തോളം അവരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നതുകൂടി പരിശോധിച്ചു പോവുകയാണ്. 69 പേർ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതിന് പിന്നിൽ ആത്മഹത്യ ഒരിക്കലും നമ്മൾ അതൊരു ശരിയായ മാർഗമാണെന്ന് പറയുന്നില്ല. ആത്മഹത്യയുടെ വഴിയെ ആരും പോവാതിരിക്കുക എന്നത് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തൊക്കെയാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ? അതിനായി ഇടപെടുമെന്ന് പറയുന്നവർ ഒരു സർക്കുലറിൽ ആ ഇടപെടൽ ഒതുക്കുകയാണോ പ്രസാദ്? ഗുഡ് ഈവനിങ് സുജയ പറഞ്ഞതുപോലെ ഏറെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. കേരളീയ സമൂഹം ഒരു പ്രതിവിധി കണ്ടെത്തേണ്ട വിഷയവും തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യകൾ ഒരുപാട് നടക്കാറുണ്ട്. പക്ഷേ അതിന്റെ ശരാശരി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു തൊഴിലിടം അത് പോലീസിൽ നിന്നാകുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ഒരു കാര്യം. സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും എല്ലാം പറയുമ്പോഴും
ഈ 4 വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 69 പേരിൽ ഏതാണ്ട് 29 പേരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് വിഷാദ രോഗത്തിന്റെ ഭാഗമായിട്ടും ഒപ്പം ജോലി സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടുമാണ് എന്നുള്ളതാണ്. നേരത്തെ അസോസിയേഷൻ ഭാരവാഹി സൂചിപ്പിച്ചതുപോലെ പണ്ടേ ഉള്ള സ്റ്റാഫ് പാറ്റേൺ ആണ് ഇന്നും പോലീസിൽ തുടരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, എവിടെയും എന്ത് പ്രശ്നമുണ്ടായാലും നമ്മൾ ആദ്യം ചോദിക്കുന്നത് പോലീസ് എത്തിയോ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പോലീസ് എത്തണമെങ്കിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും അതിനു മാത്രമുള്ള സ്ട്രെങ്ത് ഉണ്ടാകണം. പക്ഷേ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. ആകെയുള്ള വളരെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രശ്നം ഉണ്ടാകുന്നത്. AKG സെന്ററിൽ ബോംബാക്രമണം നടന്നതിന് ശേഷം ഇന്നും AKG സെന്ററിന് മുന്നിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പോലീസ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് സാധാരണ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട സേവനമാണ് ഇല്ലാതാകുന്നത്. നേരത്തെ മുഖ്യമന്ത്രി വലിയ പോലീസ് അകമ്പടിയോടുകൂടി പോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ പോലീസ് അകമ്പടി എന്നുള്ളത് പൊതുജനത്തിന് കിട്ടേണ്ട സേവനമാണ്. സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ വിഹിതം വെച്ച് ഡ്യൂട്ടി ചെയ്യേണ്ട ജോലിയാണ് അവിടേക്കും പോകുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിന്റെ പല തലങ്ങളിലും ഇത്തരത്തിൽ ഒരുപക്ഷെ അനാവശ്യമെന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് ചെയ്യുന്നുമുണ്ട്. അതിൽ ഒരു കുറവും ഈ പോലീസ് നേതൃത്വം വരുത്താറുമില്ല. കാരണം രാഷ്ട്രീയ നേതൃത്വത്തെ, ഭരണ നേതൃത്വത്തെ ചൊടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവരുടെ സംവിധാനത്തിന് കഴിയുകയുമില്ല. ഇതെല്ലാം വന്ന് ഏറ്റവും അവസാനം പോലീസ് സ്റ്റേഷനിലുള്ള സാധാരണ പോലീസുകാരന്റെ ചുമലിലേക്ക് ഭാരമായി വരുമ്പോഴാണ് വലിയ തോതിലുള്ള വിഷാദ രോഗത്തിന് അവർ അടിമയാകുന്നതും അതിന്റെ ഭാഗമായുള്ള ജോലി സമ്മർദ്ദത്തിലേക്കെല്ലാം പോവുകയും ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോൾ ഓരോ തൊഴിലിടത്തിനും ഒരു സമ്മർദ്ദം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ടെൻഷനോടുകൂടി ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് മാധ്യമപ്രവർത്തകർ. അതുപോലെ തന്നെയാണ് പോലീസുകാരും. തുടർച്ചയായി മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വരും. അതിനിടയിൽ കിട്ടുന്ന 1-2 ദിവസമായിരിക്കും അവർ ആ സമ്മർദ്ദങ്ങൾ മാറ്റിവെക്കുക. പോലീസുകാർക്ക് ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാത്ത തരത്തിൽ അവർ ബുദ്ധിമുട്ടുന്നു എന്ന് തിരിച്ചറിയുമ്പോഴും അത് പോട്ടെ, വിട്ടേക്കാം, സാരമില്ല എന്ന രീതിയിൽ അവഗണിച്ച് കളയുന്ന ഒരു പ്രവണത അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടോ നമ്മുടെ ഈ സേനാ സംവിധാനത്തിനുള്ളിൽ? പ്രസാദ്, അസുജിയ, നമ്മളിപ്പോൾ പരിശോധിച്ചത് 4 വർഷത്തെ കണക്ക് മാത്രമാണ്. അതായത് 2019 മുതൽ 23 വരെയുള്ള കണക്കുകളാണ് നമ്മൾ പരിശോധിച്ചത്. ഈ കണക്കുകളാണെങ്കിൽ ഔദ്യോഗികമായി കിട്ടിയത് നവംബർ മാസം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന പോലീസിലെ ഒരു യോഗത്തിലാണ്. അതിലാണ് 69 എന്ന കണക്ക് വെറും 4 വർഷത്തെ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 മാസത്തിനിടയിൽ നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് സുജയ. പോലീസുകാരുടെ ആത്മഹത്യ, അതിനുശേഷവും മരണങ്ങൾ നടന്നിട്ടുണ്ട്. സുജയ സൂചിപ്പിച്ചതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ സമാധാനിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അതിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതല്ലെങ്കിൽ പോലീസ് മേധാവിയുടെ ഒരു സർക്കുലർ കൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇങ്ങനെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുകയായിരുന്നു TV പ്രസാദ്. ഈ പ്രശ്നങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ നേരിടുന്നവരാണ് നമ്മുടെ പോലീസ് സേനയിലെ അംഗങ്ങൾ. ജോലിഭാരം മൂലവും അച്ചടക്ക നടപടികൾക്ക് വിധേയനായേക്കാമെന്ന ആശങ്കകൾ, ആരോഗ്യ പ്രശ്നങ്ങളാലും കുടുംബപരമായ പ്രശ്നങ്ങളാലും ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, കാക്കിയിട്ട ജീവിതങ്ങൾ നമ്മൾ കരുതുന്നത് പോലെ അത്ര ഹാപ്പിയല്ല. കാസർഗോഡ് ബേഡകത്തെ ASI വിജയനാണ് സമ്മർദ്ദം സഹിക്കാനാകാതെ ജീവനൊടുക്കിയ അവസാനത്തെ ഉദ്യോഗസ്ഥൻ. ആളൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO സലേഷ് കഴിഞ്ഞ 5 ദിവസമായി കാണാമറയത്താണ്. CPIM കോൺഗ്രസ് ഏറ്റുമുട്ടലിൽ കേസെടുക്കാൻ സമ്മർദ്ദമേറിയതോടെയാണ് ബേഡകം പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI വിജയൻ എലിവിഷം കഴിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM ഉനൈസിനെതിരെ CPIM നേതാക്കളുടെയും മേലുദ്യോഗസ്ഥരുടെയും സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണ് ആരോപണം. ഏപ്രിൽ 30-നാണ് വിജയനെ വിഷം കഴിച്ച നിലയിൽ ക്വാർട്ടേഴ്സിൽ കണ്ടെത്തിയത്. രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്നുണ്ടായ കേസിൽ താൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ച ശേഷമാണ് വിജയൻ സ്റ്റേഷൻ വിട്ടത്. തുടർന്നായിരുന്നു ജീവനൊടുക്കിയത്. ശനിയാഴ്ച വൈകിട്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു മരണം. ആത്മഹത്യയെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കള്ളക്കേസെടുക്കാൻ CPIM നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയെന്ന സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയെന്ന വിവരമുണ്ട്. മംഗലാപുരം ആശുപത്രിയിലായിരുന്ന വിജയനെ സ്ഥിതി ഗുരുതരമായതിനാൽ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ സമ്മർദ്ദമൊന്നും വിജയൻ നേരിട്ടിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. ജോലി സമ്മർദ്ദം മൂലമാണ് ചാലക്കുടി വിജയരാഘവപുരം സ്വദേശിയായ ആളൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO PA സലേഷ് നാടുവിട്ടത് എന്നാണ് കുടുംബം പറയുന്നത്. കഴിഞ്ഞ 8-ാം തീയതി ജോലിക്ക് പോയ സലേഷ് അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ സലേഷിന്റെ ബൈക്ക് പാർക്ക് ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. തൊഴിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കളും വ്യക്തമാക്കുന്നു.
ഇവന് മുന്നേ വർക്ക് ചെയ്ത് മാള സ്റ്റേഷനിൽ, അതെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് ഒരു വലിയ സ്റ്റേഷനാണെന്നാണ്. അവിടെ റൈറ്ററായിട്ട് അങ്ങനെയാണ് ഇവൻ ജോലി ചെയ്തിരുന്നത്. അതിൻ്റെ കുറച്ച് സമ്മർദ്ദം ആൾക്കുണ്ടായിരുന്നു. അതായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഫയലായിട്ട് ബന്ധപ്പെട്ട എന്തോ ചെറിയ വിഷയം അവൻ്റെ ഉണ്ട്. മെയ് 8-ാം തീയതി പോയതാണ്. 8-ാം തീയതി ഇത്ര ദിവസം ഞങ്ങൾ പോയി വൈകിട്ട് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രാത്രി താരോട് പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്തു. വളരെ ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം. ഇപ്പോൾ 5 ദിവസം പിന്നിട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആശങ്ക ഇക്കാര്യത്തിലുണ്ട്. വളരെ ഊർജിതമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ഇതാണ്. പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ DGP ചില മാർഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പുറത്തിറക്കിയിരുന്നു. വിവാഹ വാർഷികത്തിനും കുട്ടികളുടെ പിറന്നാളിനും അവധി, ആഴ്ചയിൽ 1 ദിവസം യോഗ പരിശീലനം. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്തി സ്റ്റേഷനിൽ തന്നെ മെന്ററിംഗ്. ഇതടക്കമുള്ള 9 നിർദ്ദേശങ്ങളാണ് DGP മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം പോലീസുകാരുടെ ആത്മഹത്യയെക്കുറിച്ച് നടത്തിയ പഠനത്തെ തുടർന്നാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കിയത്. എന്തായി കാര്യം? ഇതൊക്കെ നടപ്പാവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അല്ലമീൻ തയ്യാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് ഈവനിങ് അല്ലമീൻ. നല്ല നിർദ്ദേശങ്ങളാണ്. ആഴ്ചയിൽ 1 ദിവസം അവധി, കുട്ടികൾക്കൊപ്പം കുടുംബത്തിനൊപ്പം ഭാര്യയ്ക്കൊപ്പം ഉല്ലസിക്കാം. ഈ ഉല്ലാസം പോയിട്ട് അവധിക്ക് പോയി കഴിഞ്ഞ് തിരിച്ചു വിളിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ നമ്മുടെ മുന്നിൽ, നമ്മുടെ കൺവെട്ടത്ത് കാണുന്നത്? എന്തൊക്കെയാണ് ഈ സർക്കുലറിന് ശേഷം സംഭവിച്ചത് അല്ലമീൻ? സുജയ്, ഈ സർക്കുലറിലുള്ള നിർദ്ദേശങ്ങൾ പരമാവധി നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സേനയിലെ ആൾക്കുറവ് പലപ്പോഴും അത് വെല്ലുവിളിയാകുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. കാരണം ഈ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകും, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകും, വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടാകും. അതിനോടൊപ്പം ഈ ജോലി സ്ഥലത്തെ സമ്മർദ്ദം കൂടിയാകുമ്പോൾ അത് പോലീസുകാർക്കല്ല ആർക്കും താങ്ങാനാകാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ജോലി സ്ഥലത്ത് സമ്മർദ്ദം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ എന്ന നിലയിലാണ് ഈ സർക്കുലറും അതിലെ നിർദ്ദേശങ്ങളുമൊക്കെ പുതുതായി ചുമതലയേറ്റ DGPയും ദർവേഷ് സാഹിബ് പുറത്തുവിടുവിച്ചത്. പല സ്ഥലങ്ങളിലും അത് നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. പോലീസുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നടപടികളൊക്കെ ഉണ്ട്. പക്ഷേ പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. പക്ഷേ അതുമൂലം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആരും നേരിടുന്നുമില്ല. ഈ കുടുംബത്തിലെ ആവശ്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ അല്ലാതെ തിരിച്ചു വിളിക്കരുത് ആരെയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ഒപ്പം ഈ ആളില്ല എന്നുള്ളതിൻ്റെ പേരിൽ പലർക്കും ഈ ആഴ്ചയിൽ 1 ദിവസത്തെ അവധി പോലും ലഭിക്കാത്ത സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അത് പാടില്ല എന്നും ആ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പരമാവധി നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ വിവാഹ വാർഷികവും അതുപോലെ തന്നെ ജന്മദിനവും ഒക്കെ വന്നു കഴിഞ്ഞാൽ പരമാവധി അവധി നൽകണമെന്നുള്ളതാണ്. അങ്ങനെ പരമാവധി അവധിയൊന്നും നൽകാൻ പറ്റുന്ന സാഹചര്യം ഏതായാലും നിലവിൽ സേനയിലില്ല. പക്ഷേ എന്നാൽ പോലും കഴിയുന്ന രീതിയിൽ അവർക്ക് ആ ഒരു സമയം ചിലവഴിക്കുന്നതിന് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണനയൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പോലീസുകാർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള മെന്ററിംഗ് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ക്യാമ്പ് കേന്ദ്രീകരിച്ച് പലർക്കും ആ രീതിയിലുള്ള ട്രെയിനിങ്ങും മറ്റും നൽകുന്നൊരു സാഹചര്യമൊക്കെ നടക്കുന്നുണ്ട്. ആ സർക്കുലർ വന്നു, സർക്കുലറിന് ശേഷം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് പൂർണ്ണാർത്ഥത്തിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് നിസ്സംശയം പറയാം. പക്ഷേ എന്നാൽ പോലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ പഴയ സാഹചര്യത്തിന് നേരിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പലർക്കും ആ പ്രശ്നങ്ങളെ അതിജയിക്കാനോ മറികടക്കാനോ കഴിയാത്ത സാഹചര്യം ചിലർക്കെങ്കിലും ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കുലറിന് ശേഷവും ഈ വിധത്തിൽ പോലീസുകാർ ഒളിച്ചോടുന്നതോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ പതിവായി വരുന്നത്. എന്ന് മാത്രമല്ല നിരവധി പോലീസുകാർ ഈ ജോലി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മുന്നിലൊരു അനുഭവമാണ്. അങ്ങനെ ജോലി സ്ഥലത്തെ സമ്മർദ്ദം അല്ലെ പോലീസ് സേനയിലെ സമ്മർദ്ദം അത് കുറച്ച് കൂടുതൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പരിഹരിക്കുന്നതിനുള്ള ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. എത്രത്തോളം അത് പൂർണ്ണാർത്ഥത്തിൽ ഫലം കണ്ടു എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമായി മറുപടി അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. സുജി, ഓക്കെ, താങ്ക് യു അല്ലമീൻ. അല്ലമീൻ ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു പ്രേക്ഷകനും കമന്റ് ഇട്ടിരിക്കുകയാണ്. ഓണത്തിന് ഫുഡ് കഴിക്കുമ്പോൾ തിരിച്ചു വിളിച്ചു. അഭിലാഷ് അഭിയുടെ കമന്റാണ്. പ്രിയപ്പെട്ട പോലീസുകാരെ, നിങ്ങൾക്കൊപ്പം നമ്മൾ കേരളം മലയാളികൾ മുഴുവനുമുണ്ട്. കാരണം നിങ്ങൾ തരുന്ന ഒരു സുരക്ഷ എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടാകുമ്പോൾ പഴിക്കാൻ ആയിരക്കണക്കിന് പേർ വരും. പെട്ടെന്നാണ് ആ പഴി വരുന്നത്. പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അത് ലഘൂകരിക്കുന്നതിനായി നിങ്ങൾക്ക് തരുന്ന അവധി, അതൊക്കെ തിരിച്ചെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതിൽ നിങ്ങൾ നേരിടുന്ന സമ്മർദ്ദം അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇനി ആത്മഹത്യ മാത്രമല്ല, നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ പിന്നെ ഈ ജോലി അങ്ങ് വേണ്ടെന്ന് വെച്ചേക്കാം, അപ്പോൾ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ എന്ന് കരുതി ആശിച്ച് ഒരുപാട് നാൾ പ്രയത്നിച്ച് കിട്ടിയ കുപ്പായം, പോലീസ് കുപ്പായത്തിന്റെ ആ ഒരു അഭിമാനവും എല്ലാം എടുത്തണിഞ്ഞ് ആ കുപ്പായം ഊരിവെച്ച് സേനയിൽ നിന്നും തിരിച്ചു പോകുന്നവരുടെ എണ്ണവും കൂടി വരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. പ്രേക്ഷകർ യൂണിഫോം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കേരള പോലീസിൽ വർഷാവർഷം കൂടുകയാണ്. സർവീസ് കാലാവധി പൂർത്തിയാക്കാതെ സ്വയം വിരമിക്കുന്നതിന് അപേക്ഷ നൽകുന്നവരുടെ എണ്ണം കൂടി വരുന്നത് ഇക്കഴിഞ്ഞ 2019 മുതലാണ്. ഇത് റിപ്പോർട്ടർ നടത്തിയ പരിശോധനയിൽ ആഭ്യന്തര വകുപ്പിന്റെ കണക്കുകളിൽ തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പോലീസുകാർക്ക് ജോലിയിലെ മാനസിക സമ്മർദ്ദം നേരിടാനും കുടുംബം, ആരോഗ്യം, ജോലി എന്നിവയിലെ പ്രശ്നങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകാനുമായി എല്ലാ ജില്ലകളിലും സപ്പോർട്ടിംഗ് കമ്മിറ്റി എന്ന പേരിൽ പ്രത്യേക സംവിധാനം ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഒരുക്കുന്നുണ്ട്.
സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ ഡിവൈഎസ്പി റാങ്കിലുള്ളവർ വരെ സർവീസിൽ നിന്നും പിരിഞ്ഞു പോവുകയാണ്. വിവിധ കാരണങ്ങളാലാണ് പോലീസ് കുപ്പായം ഉപേക്ഷിക്കുന്നത്. ഓഫീസർമാർ ഉൾപ്പെടെ 167 പേർ പുതുതായി VRS അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് പോലീസ് മേധാവിക്ക് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൈമാറിയ റിപ്പോർട്ട് പറയുന്നു. 2019 ജനുവരി മുതൽ 2023 സെപ്റ്റംബർ 30 വരെയുള്ള കാലത്ത് സംസ്ഥാനത്ത് 169 പോലീസുകാരാണ് സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകിയത്. ഇവരിൽ 148 പേർ സർവീസ് കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ സ്വയം വിരമിച്ചു. 2023 സെപ്റ്റംബർ വരെ മാത്രം 81 പേർ അപേക്ഷ നൽകി 60 വിരമിക്കൽ നേടി. കോഴിക്കോട് സിറ്റി, മലപ്പുറം, ഇടുക്കി, കോട്ടയം, എറണാകുളം സിറ്റി എന്നീ പോലീസ് ജില്ലകളിലാണ് ഏറ്റവും അധികം ഉദ്യോഗസ്ഥർ സ്വയം വിരമിച്ചത്. 2019 14 പേരായിരുന്നു VRS എടുത്തതെങ്കിൽ 2020 15 2021 27 പേരും 2022 32 പേരും സ്വയം വിരമിച്ചു. VRS എടുത്തവരിൽ 4 പോലീസുകാർ 15 വർഷത്തിന് മുകളിൽ സർവീസ് ബാക്കിയുള്ളവരാണ്. 16 പേർ 10 വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളവരുമാണ്. 128 പേർ 5 വർഷത്തിൽ താഴെ സർവീസ് ഉള്ളവരാണ്. ഈ കണക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും പുരുഷന്മാരാണ്. VRS എടുത്തവരിൽ 3 പേരാണ് വനിതാ ഉദ്യോഗസ്ഥരായുള്ളത്. തൃശൂർ സിറ്റി, തൃശൂർ റൂറൽ, തിരുവനന്തപുരം റൂറൽ, പത്തനംതിട്ട പോലീസ് ജില്ലകളിലാണ് ഈ കാലയളവിൽ സ്വയം വിരമിക്കൽ താരതമ്യേന കുറവ്. പോലീസ് ഉദ്യോഗസ്ഥരിലെ VRS എടുക്കുന്ന ഒരു പ്രവണത സമീപകാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതിന് ജോലിയുടെ പരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഒരു പരിധിവരെ കാരണമാവുന്നുണ്ട് എന്ന് വേണം സമീപകാലത്തെ ഇത്തരം VRS അപേക്ഷകൾ കൂടുന്നതിൻ്റെ കാരണമായിട്ട് സംഘടനകളും കരുതുന്നത്. VRS നേടിയ 148 പേരിൽ സിവിൽ പോലീസ് ഓഫീസർമാർ 13 പേരും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ 42 പേരും സ്റ്റേഷൻ ചുമതലയുള്ള ഇൻസ്പെക്ടർമാർ 2 പേരും SI ഗ്രേഡ് SIമാർ 47 പേരും ASI ഗ്രേഡ് ASIമാർ 44 പേരുമാണ്. കൂടുതൽ പേർ സേന വിട്ടുപോകുന്നത് തടയാൻ സാമ്പത്തിക ആസൂത്രണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്താനാണ് തീരുമാനം. സബ് ഇൻസ്പെക്ടർമാരുടെ പുതിയ ബാച്ചിൽ നിന്ന് 20ഓളം പേർ ജോലി വേണ്ടെന്ന് വെച്ച സംഭവം പരിഹാര മാർഗങ്ങൾ തേടാൻ ആഭ്യന്തര വകുപ്പിനെ നിർബന്ധിതമാക്കി. വർദ്ധിച്ചുവരുന്ന VRS പ്രവണത അവസാനിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പിൽ നിന്നും സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിൽ വെക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാമതായി പറയുന്നത് പോലീസ് സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കുക എന്നതാണ്. ആവശ്യത്തിന് പോലീസുകാരില്ല എന്നതാണ് കേരള പോലീസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതുമൂലം ഡ്യൂട്ടി സമയം നീണ്ടുപോവുകയും ഓഫ്, അവധി എന്നിവ പോലീസുകാർക്ക് കൃത്യമായി കിട്ടാതെ വരികയും ചെയ്യുന്നുണ്ട്. എല്ലാ ജോലികളും ചെയ്യേണ്ടി വരുന്നു എന്നത് പോലീസുകാർ സ്ഥിരമായി ഉയർത്തുന്ന പരാതിയാണ്. CPOമാർ തൊട്ട് SI റാങ്കിലുള്ളവർ വരെയാണ് അമിത ജോലിഭാരത്തിന്റെ ഇരകളാകുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളും VRS എടുക്കാൻ പോലീസുകാരെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന നിഗമനത്തെ തുടർന്ന് സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്താനും നിർദ്ദേശമുണ്ട്. ഈ കാരണങ്ങൾ എങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് നല്ല നിലക്കുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള സാധ്യമായിട്ടുള്ള വകുപ്പ് തല ഇടപെടലുകൾ, ഗവൺമെൻറ് തലത്തിലുള്ള ഇടപെടലുകൾ, ഇതെല്ലാം തന്നെ സംഘടനാപരമായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി തിരുവനന്തപുരം SAP ക്യാമ്പിൽ പ്രവർത്തിച്ചുവരുന്ന ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് പോലുള്ള സംവിധാനങ്ങൾ ഓരോ ജില്ലയിലും ആരംഭിക്കണമെന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശവും നടപ്പിലാക്കാൻ വൈകുകയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അഴിച്ചുവെക്കാതെ ഇരിക്കട്ടെ എന്നത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിനെതിരെ സധൈര്യം പോരിനിറങ്ങിയ ഉദ്യോഗസ്ഥനാണ് ഉമേഷ് വള്ളിക്കുന്ന്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, സർവീസ് ജീവിതത്തിൽ 2 ഡസനോളം കാരണം കാണിക്കലാണ് വാങ്ങിക്കൂട്ടിയത്. ഭയം കൊണ്ടാണ് പോലീസുകാരൊക്കെ മിണ്ടാതിരിക്കുന്നതെന്നും അത്രയേറെ സമ്മർദ്ദത്തിലാണ് അവരെന്നും തുറന്നു പറയാൻ ധൈര്യം കാണിച്ച പോലീസുകാരനാണ് ഉമേഷ്. നിലവിൽ ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOയാണ് ഉമേഷ്. നമുക്ക് ഉമേഷിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ് എന്നുകൂടി കേൾക്കാം. ഓവർ ടു യു ഉമേഷ്. പോലീസുകാർ തുടർച്ചയായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലൊന്നും ഇല്ലാത്ത വിധം പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമല്ല, പ്രധാന കാരണം തന്നെ സമ്മർദ്ദമാണ്. അത് അകത്തെ സമ്മർദ്ദങ്ങളാകാം, പുറത്തെ സമ്മർദ്ദങ്ങളാകാം. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ആ സമ്മർദ്ദത്തെ അതിജീവിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യാനോ ഉള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സമയം കിട്ടും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എത്ര പ്രശ്നത്തിലാണെങ്കിലും നമ്മളൊരു ഡ്യൂട്ടിയിൽ നിന്ന് അടുത്ത ഡ്യൂട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമ്മർദ്ദത്തിൻ്റെ ഒരു കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് അകത്താണ് അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാരണമാണെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ വേട്ടയാടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കാനോ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴായിരിക്കും പോലീസുകാർ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുന്നത്. പോലീസുകാർ സർവീസ് ബാക്കി നിൽക്കെ സ്വയം വിരമിച്ച് പോകുക എന്നുള്ള തീരുമാനം എടുക്കുന്നത് എങ്ങനെയെങ്കിലും ജീവനോട് രക്ഷപ്പെട്ടു പോകുക എന്നുള്ളൊരു മൂഡിലാണ്. കാരണം സർവീസിൻ്റെ അവസാന കാലത്ത്
എന്തെങ്കിലും ഒരു നടപടിയോ ഏത് നിമിഷവും അച്ചടക്ക നടപടിയൊക്കെ വന്ന് നമ്മുടെ പെൻഷനും ശമ്പളവും എല്ലാം മുടങ്ങാവുന്ന ഒരു സാഹചര്യം സേനയിൽ നിലവിലുണ്ട്. അപ്പോൾ ഒരുപാട് പോലീസുകാർ വിരമിച്ചിട്ടും പെൻഷനൊന്നും കിട്ടാതെ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കിട്ടാതെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവസാന കാലത്ത് ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ വിരമിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ കടുത്ത ജോലിഭാരം, സമ്മർദ്ദം, അസുഖങ്ങൾ, അത് ചികിത്സിക്കാൻ സാഹചര്യമില്ലാത്ത അവസ്ഥ. ഉമേഷിന്റെ വാക്കുകളിലുണ്ട് എന്താണ് നേരിട്ട പ്രതിസന്ധി എന്ന്, അതിനെ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് ഉമേഷ് കേരളത്തിന് കാണിച്ചു തന്നതാണ്. പുരുഷന്മാർ മാത്രമാണോ ഈ രീതിയിൽ സേനയിൽ ഉയർന്നു വരുമ്പോൾ അല്ലെങ്കിൽ പിന്നോട്ടേക്ക് യൂണിഫോം അഴിച്ചുവെച്ച് പോകുന്നത്? സ്ത്രീകളുടെ എണ്ണം, സേനയിലെ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്കറിയാം പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ പരിമിതമാണ്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാനത്ത് വനിതാ പോലീസ് ഇൻസ്പെക്ടർമാർ ഈ മാസം കൂട്ടത്തോടെ വിരമിക്കുകയാണ്. വനിതാ SI-മാർക്ക് സ്ഥാനക്കയറ്റം നൽകിയില്ലെങ്കിൽ ഈ മാസം 31-ന് ശേഷം ഉണ്ടാവുക 6 വനിതാ ഇൻസ്പെക്ടർമാർ മാത്രമാണ്. സ്ത്രീ സൗഹൃദ സംസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ വനിതാ DYSP-മാരെ നമ്മളൊന്ന് തെരഞ്ഞു നോക്കിയാൽ ഒരാൾ പോലുമില്ല. DYSP തസ്തികയിലേക്ക് അർഹതയുള്ള വനിതാ CI-ക്ക് ഉടനെ സ്ഥാനക്കയറ്റം നൽകിയാലും അവരും ഈ മാസം വിരമിക്കും. 24 പോലീസ് ജില്ലകളിൽ ഇൻസ്പെക്ടർ പദവിയിൽ 27 പേരാണുള്ളത്. 21 പേരും മെയ് 31-ന് വിരമിക്കും. കോട്ടയം, കോഴിക്കോട് സിറ്റി, തൃശൂർ സിറ്റി, തൃശൂർ റൂറൽ, പാലക്കാട്, കൊച്ചി സിറ്റി എന്നിവിടങ്ങളിൽ മാത്രമാകും വനിതാ ഇൻസ്പെക്ടർമാർ ശേഷിക്കുക. 27 ഇൻസ്പെക്ടർമാരിൽ 5 പേർക്ക് ജനുവരിയിലാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത്. ഇതിൽ 2 പേരും വിരമിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. 2024 ഡിസംബറോടെ 6 പേരിൽ 3 പേർ കൂടി വിരമിക്കും. ഭൂരിഭാഗം വനിതാ ഇൻസ്പെക്ടർമാരുടെയും പ്രവർത്തനം വനിതാ സെല്ലിലാണ്. ഇതോടെ വനിതാ സെല്ലിന്റെ പ്രവർത്തനം അവതാളത്തിലാകും. വനിതാ സെൽ DYSP കഴിഞ്ഞ മാസം വിരമിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ ആവശ്യത്തിനില്ലാത്ത സാഹചര്യമുണ്ട്. ഒരു വനിതാ CPO മാത്രമുള്ള സ്റ്റേഷനുകളും നിരവധിയാണ്. വനിതാ പോലീസിന് നിലവിൽ ഏറ്റവും ഉയർന്ന റാങ്ക് DYSP ആണ്. ഇതുവരെ 4 വനിതകളാണ് DYSP ആയത്. ആദ്യമായി വനിതാ പോലീസ് റിക്രൂട്ട്മെന്റ് PSC വഴി നടന്നത് 1991-ലാണ്. 247 പേർക്കായിരുന്നു നിയമനം. 95 വരെയുള്ള കാലയളവിൽ 10 പേരെ കൂടി നിയമിച്ചു. 91-ലെ ആദ്യ ലിസ്റ്റിൽ മെയ് 31 കഴിഞ്ഞാൽ സർവീസിലുണ്ടാവുക 3 പേർ മാത്രം. മുമ്പ് നാമമാത്രമായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഇത്തരം ശതമാനം കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഗവൺമെൻറ് ഇടപെടലുകൾ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരിലെ വനിതാ പോലീസിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാക്കിയിട്ടുള്ളത്. വിരമിക്കുന്ന 21 ഇൻസ്പെക്ടർമാരിൽ 18 പേരും 91-95 കാലയളവിലുള്ളവരാണ്. പോലീസിലെ വനിതകളുടെ പ്രാതിനിധ്യം 25% സർക്കാർ വാഗ്ദാനം ഇനിയും നടപ്പിലായിട്ടുമില്ല. ആ 25%-ലേക്ക് വനിതാ പോലീസിൻ്റെ അംഗസംഖ്യ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും വകുപ്പ് തലത്തിലും ഗവൺമെൻറ് തലത്തിലും നടന്നു വരുന്നുണ്ട്. ബീഹാറിൽ 27%, ഹിമാചൽ പ്രദേശിൽ 21%, തമിഴ്നാട്ടിൽ 19% വനിതാ പോലീസുണ്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ് അടക്കം 10-ലധികം സംസ്ഥാനങ്ങൾക്ക് പിന്നിലാണ് കേരളം. എണ്ണത്തിൽ മാത്രമല്ല, സേനയിലെ അധികാര സ്ഥാനങ്ങളിലും വനിതകളുടെ സാന്നിധ്യം തീരെ കുറവാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. നമ്മുടെ സംസ്ഥാനത്തെ കാവൽ ഭടന്മാരായ പോലീസുകാരോട്, കേരള പോലീസിനോട് ഞങ്ങൾക്ക് റിപ്പോർട്ടർ വാർത്താ സംഘത്തിന് പറയാനുള്ളത് ഒപ്പമുണ്ട് കേരളം, നിങ്ങൾ ഒരിക്കലും തനിച്ചാകില്ല എന്നുള്ളത് തന്നെയാണ്.